തൊടുപുഴ മലങ്കര ഡാമിൽ രാസമാലിന്യം. രാവിലെ മുതൽ ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി വരികയാണ്. സമീപത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യമെന്നാണ് സംശയിക്കുന്നത്. മലങ്കര ഡാമിനെയാണ് 3 ജില്ലകളിലെ ജലസേചന പദ്ധതികൾക്ക് ആശ്രയിക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ തൊടുപുഴ മലങ്കര ഡാമിലേക്ക് വ്യാപകമായി തന്നെ രാസമാലിന്യം ഒഴുകിയെത്തുന്നുണ്ടോ? ഇത് എവിടെ നിന്നാണെന്ന് വ്യക്തമാകുന്നുണ്ടോ? സ്മൃതി, രാവിലെ 7 മണി മുതലാണ് ഈ മലങ്കര ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി വരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വയനക്കാവ് എന്ന സ്ഥലം മുതൽ ഈ മലങ്കര ഡാം വരെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ രാസമാലിന്യം ഒഴുകി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഈ സമീപത്തായി നിരവധി ഫാക്ടറികളുണ്ട്. പ്രത്യേകിച്ച് തടി മില്ലുകളും റബ്ബർ ബാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ഒഴുകി വന്നതാകാം എന്നൊരു നിഗമനത്തിലാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ള പദ്ധതിക്ക് ഉൾപ്പെടെ ഈ വെള്ളം, മലങ്കര ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഹില്ലിയോ അക്വ എന്ന കുടിവെള്ളത്തിന് വേണ്ടിയും അതുകൂടാതെ മറ്റിടങ്ങളിലേക്ക് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയും മലങ്കര ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി തൊടുപുഴയാറ്റിലേക്കും മൂവാറ്റുപുഴയാറ്റിലേക്കും വെള്ളം ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീനുകൾ ഉൾപ്പെടെ ചത്തുപോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ ഫാക്ടറികളിൽ നിന്നും ഒഴുകി വന്നതാകാം ഈ രാസമാലിന്യം എന്ന നിഗമനത്തിനാണുള്ളത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്താനാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലും ഷട്ടർ ഉയർത്തി തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കണം. അങ്ങനെ വരികയാണെങ്കിൽ തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ഉൾപ്പെടെ ഈ രാസമാലിന്യം എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ഫാക്ടറികളിൽ നിന്ന് ഒഴുകി വന്നതാകാം രാസമാലിന്യം എന്ന ഒരു നിഗമനത്തിനാണുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ചതാണ്, അതിപ്പോഴും തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സ്മൃതി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.